നമസ്കാരം. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാനൊരു യാത്രയായിരുന്നു. യാത്ര കഴിഞ്ഞിട്ട് എത്തിയിട്ട് കുറച്ച് ദിവസമായി. എന്നിരുന്നാലും യാത്രയുടെ ഒരു ഹാങ് ഓവറും മറ്റുമായതുകൊണ്ട് എനിക്ക് നമ്മുടെ ഈ അറിവിന്റെ നുറുങ്ങുകൾ, വീഡിയോകൾ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. കുറേ നാളിന് ശേഷം ഇന്ന് വീണ്ടും ഞാൻ എൻ്റെ വീഡിയോ ചെയ്തു തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം ക്ലാപ്പൻ എന്ന പദപ്രയോഗം. നമുക്കെല്ലാം അറിയാം, നമ്മൾ വീട്ടിലും സൗഹൃദങ്ങൾക്കിടയിലും സ്ഥിരമായി ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണ് ക്ലാപ്പൻ. ഒരു കാര്യം തെറ്റിച്ചാൽ അല്ലെങ്കിൽ ഒരു അബദ്ധം സംഭവിച്ചു പോയാൽ ഉടനെ വരും ആ ഒരു വിളി. പക്ഷെ ഈ വാക്കിന് പിന്നിൽ ഒരു ബ്രിട്ടീഷ് സായിപ്പിന്റെ കഥ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? സംഭവം നടക്കുന്നത് 1891-ലാണ്. അക്കാലത്ത് മലബാറിൽ അസിസ്റ്റന്റ് കളക്ടറും മജിസ്ട്രേറ്റുമായിരുന്നു സർ ആർതർ റൗലന്റ് നാപ്പ്. ഇദ്ദേഹം നടപ്പാക്കിയ പല ഭരണപരിഷ്കാരങ്ങളും പല നയങ്ങളും അക്കാലത്ത് വലിയ അബദ്ധങ്ങളായിരുന്നു. അതുകൊണ്ട് അപ്രായോഗികങ്ങളായിരുന്ന അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. അങ്ങനെ അബദ്ധങ്ങൾ കാണിക്കുന്നവരെ ജനങ്ങൾ നാപ്പനെ പോലെ എന്ന് പറഞ്ഞു തുടങ്ങി. നാപ്പ് എന്നതിന്റെ സ്പെല്ലിംഗ് KNAPP എന്നെഴുതുകയും നാപ്പ് എന്ന് വായിക്കുകയും ചെയ്യും. മലയാളികൾ അത് ക്ണാപ്പെന്നാക്കി. അത് ക്രമേണ മലയാളികളുടെ വായ്മൊഴിയിൽ ക്ണാപ്പനായി മാറി. കഴിവ് കെട്ടവരെയും മണ്ടത്തരങ്ങൾ കാണിക്കുന്നവരെയും നമ്മൾ വിളിക്കുന്നത് ഒരു സായിപ്പിന്റെ പേരിലാണ്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ആരെങ്കിലും നിങ്ങളെ ക്ണാപ്പൻ എന്ന് വിളിച്ചാൽ വിഷമിക്കേണ്ടതില്ല. അതൊരു ചരിത്രപരമായ വിശേഷണമാണെന്ന് വിചാരിച്ചാൽ മതി. ഈ ഒരു രസകരമായ വിവരം നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം.